ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കിച്ചടിയാണ്. അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലില് നല്ല ദാൽ കിച്ചടി. എപ്പോഴും ചില ആൾക്കാർ കംപ്ലൈന്റ് പറയാറുണ്ട്, ദാൽ കിച്ചടി വെക്കുന്ന സമയത്ത് റെസ്റ്റോറന്റ് പോലെ അങ്ങോട്ട് എന്താ പറയാ എല്ലാം കൂടി ഒന്ന് ചേർന്ന് ആ ഒരു നല്ല നെയ്യിന്റെയും ആ ഒരു വെളുത്തുള്ളിയുടെയും മണത്തോട് കൂടിയിട്ട് വരുന്നില്ല എന്നുള്ള പരാതി. ഫ്രൈഡ് റൈസ് പോലെ ഇല്ലെങ്കിൽ ഒന്നോടൊന്ന് വിട്ടിട്ടുള്ള ചോറ് പോലെ ആവുന്നു എന്നുള്ള പരാതി വരാറുണ്ട്. ഇന്ന് അതാണ് പരിഹരിക്കാൻ പോകുന്നത്. നല്ല അടിപൊളി നല്ല മണത്തോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ദാൽ കിച്ചടി എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാട്ടുള്ളൂ. വരും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ വേണ്ടതെന്ന് വെച്ചാൽ 1.5 കപ്പ് 1.5 ഗ്ലാസ് അരിക്ക്, അരി എന്ന് പറയണത് ഏത് തരം അരി വേണമെങ്കിലും ആവാം. പച്ചരി ആവാം, ബാസ്മതി അരി ആവാം, സോനാ മസൂരി ആവാം, സുർത്തിക്കോല ആവാം, കോലം റൈസ് ആവാം, ജയ ആവാം, എന്താവാം. ഓക്കെ, പക്ഷെ മട്ട എടുക്കണ്ട, അത് നന്നായിരിക്കില്ല. അപ്പോൾ 1.5 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് പരിപ്പ് എന്നാണ് കണക്ക്. അപ്പൊ അത് ഏതൊക്കെ പരിപ്പ്? അപ്പോൾ 1.5 ഗ്ലാസ് അരി ഓൾറെഡി നമ്മൾ വേവിച്ച് വെക്കണം. ഇനി പരിപ്പാണ് വേവിക്കാൻ പോണത്. അത് ഏതൊക്കെ തരം പരിപ്പാണെന്ന് നോക്കുകയാണെങ്കിൽ ചെറുപരിപ്പ്, ചെറുപയർ പരിപ്പ്, പായസത്തിനൊക്കെ ഇടുന്ന ചെറുപയർ പരിപ്പാണിത്. അപ്പൊ ഈ പരിപ്പ് 1/2 ഗ്ലാസും, തോരപ്പരിപ്പ്, ഞാൻ പിന്നെ തോരപ്പരിപ്പ് ഉപയോഗിക്കില്ല, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഉപയോഗിക്കുന്ന മസൂർ ദാളാണ്. അപ്പോൾ നിങ്ങൾ തോരപ്പരിപ്പ് എടുത്തോളിൻ, അത് 1/2 കപ്പും. ഇതാണ് നമുക്ക് പരിപ്പ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ വേവിച്ച് വെക്കാൻ പോവുകയാണ്. പിന്നെ നമുക്ക് വഴറ്റാൻ വേണ്ടത് 1 സവാളയും 1 തക്കാളിയും 3 പച്ചമുളകും. ഓക്കെ, ഇനി നമ്മൾ ഈ പരിപ്പുകളെ കുക്കറിലേക്ക് ഇടാം. ഓക്കെ, 1/2 കപ്പ് ചെറുപരിപ്പ്, ചെറുപയർ പരിപ്പ്, 1/2 കപ്പ് തോരപ്പരിപ്പ്. ചിലവർ കടലപ്പരിപ്പ് ഇടും, ഞാൻ കടലപ്പരിപ്പ് ഇടാറില്ല. ഓക്കെ, ഇത് രണ്ടും ഇനി നന്നായി കഴുകിയിട്ട് വെള്ളവും വെച്ച് നന്നായിട്ട് ഒരു 4-5 വിസിൽ കൊടുത്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു 5 വിസിൽ കൊടുത്ത് പരിപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെക്കുക. ഇനി ഒരു കടായി വെച്ചിട്ട് ഇതിൽ കുറച്ച് കണ്ടില്ല കേട്ടില്ല എന്ന് നെയ്യ് ഒഴിച്ചാലേ നന്നായിരിക്കുള്ളൂ. കിച്ചടിയാണ്. 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഈ 1.5 സ്പൂൺ നെയ്യിലേക്ക് കുറച്ച് നല്ല ജീരകം, ഓക്കെ, രസത്തിലൊക്കെ ഇടുന്ന നല്ല ജീരകം ഇടുക. അതൊന്നായി വരട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഉള്ളിയും പച്ചമുളകും നമ്മൾ മുറിച്ചിട്ടുണ്ട്. ആ ജീരകം പൊട്ടുമൊന്നും വേണ്ട, ആ ഇൻഫ്യൂസിങ് ഒന്ന് നടന്നാൽ മതി. പച്ചമുളകും ഉള്ളി ചെറുതാക്കി മുറിച്ചതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകുന്നവരേക്കും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായി മിക്സായിട്ട് പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി എടുത്തു വെച്ച 1 തക്കാളി ചെറുതാക്കി മുറിച്ചതിനെ ഇട്ട് കൊടുക്കാം. ഇത് ദാൽ കിച്ചടിയാണ്. മൂങ് കിച്ചടി ഉണ്ട്. മൂങ് കിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപയറും ഉണ്ട്. എല്ലാം പ്രൊസീജിയർ ഒന്ന് തന്നെ കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കിച്ചടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ബിക്കോസ് അരിയും വരും, ചോറും വരും, പരിപ്പും വരും. ഇനി മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ,
മുളക് പൊടി, ചിലവർ മുളക് പൊടി ഇടാറില്ല, ഞാൻ ഇടാറുണ്ട്, 1/4 സ്പൂൺ. ഗരം മസാല ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി മാത്രം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് നല്ല പേസ്റ്റ് പോലെ ആവണം. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി ഇതിൻ്റെ പേസ്റ്റ് പോലെ ആവട്ടെ. അത് പേസ്റ്റ് പോലെ ആവുന്ന സമയം കൊണ്ട് ഒരു മത്ത എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ പരിപ്പിനെ ഒന്ന് ഉടച്ചെടുക്കാം. ഓൾറെഡി ഉടഞ്ഞിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ ഓൾറെഡി നല്ല ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ഈ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം, പച്ച വെള്ളമല്ല, ചൂടുവെള്ളം എടുക്കട്ടെ. ഈ മസാല നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി എന്തിനു കൊള്ളും കുട്ടിയേന്ന് വിചാരിക്കണ്ട, ഇനിയാണ് നമ്മുടെ സംഭവം. നമ്മൾ ദാൽ കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. സോ ചോറ് വെന്തിട്ടുണ്ടെങ്കിലും ഇതിൽ കിടന്നിട്ട് വീണ്ടും അതൊന്ന് ചേരണം. അപ്പോഴേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന അതേ ദാൽ കിച്ചടി നമുക്ക് റെഡി ആവുള്ളൂ. ഇതപ്പോൾ ചെറുതായിട്ടൊന്ന് തിളക്കിണ്ട് സൈഡിൽ, കണ്ടല്ലേ, ചെറുതായിട്ട് തിളക്കിണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ വെന്ത ചോറ് കൊടുക്കാം. അതായത് വെന്ത ചോറ് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് നന്നായിട്ട് കുഴച്ച് വേവിക്കണം. ഓക്കെ, പ്രിഫറബിളി ഞാൻ പറഞ്ഞിട്ടുള്ള മാതിരി ഇങ്ങനെ ചെറിയ അരിയാണെങ്കിൽ നന്നായിരിക്കും. ഒന്ന് കുഴച്ച് വേവിക്കുക. ഒന്നോടൊന്ന് തൊടാത്ത പോലെ കിടന്നാൽ നന്നായിരിക്കില്ല ദാൽ കിച്ചടിക്ക്. ഇനി നമുക്കിതിലേക്ക് ചോറിടാം. ഒരു 1.5 ഗ്ലാസ് ചോറിന് 1 ഗ്ലാസ് പരിപ്പ്. ബിക്കോസ് പരിപ്പ് നന്നായിട്ട് വേവും ക്വാണ്ടിറ്റി കാണിക്കുകയും ചെയ്യും. നേരെ മറിച്ച് ചോറ് അങ്ങനെയല്ല. കണ്ടോ, ഇപ്പോൾ നമ്മൾ ചോറ് വേവിച്ചത് എന്താ പറയുക, ഫ്രൈഡ് റൈസിന് പോലെയൊക്കെ വേവിച്ച ഈ ഒരു ഒത്തുചേരൽ ഉണ്ടാവില്ല. ആ പരിപ്പിൻ്റെ കൂടെ ഉള്ള ആ ഒന്ന് ചേരുന്ന ആ ഒരു സംഭവം ഉണ്ട്, അതുണ്ടാവില്ല. കുറച്ച് അടുത്തേക്ക് വരുമോനെ, കണ്ടോ, ഈ ഒന്ന് ചേർന്ന പോലെ കിടക്കുന്നത് ഉണ്ടാവില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു അരക്കൈയിലും കൂടി ചോറിടും, അല്ലെങ്കിൽ പരിപ്പ് കൂടുതലായിട്ട് തോന്നിക്കും. ഓക്കെ, ഒരു അരക്കൈയിലും കൂടി ചോറിട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്യണം. ഇതിലേക്ക് വേണ്ട ഉപ്പ് എല്ലാം നോക്കണം. നമ്മൾ ഇട്ടിട്ടുണ്ട്, എന്നാൽ കൂടി ഒന്ന് ക്ലിയറായി നോക്കുക. ഇനി ഇതിലേക്ക് ചോറ് കിടന്ന് നന്നായി വെന്ത ചോറാണെങ്കിലും അതൊന്ന് കിടന്ന് അതിൻ്റെ മസാലകളെല്ലാം കൂടി പിടിച്ച് ആവാനുണ്ട്. മറ്റേ ഇത് നോക്കട്ടെ, ഉപ്പ്
ഉപ്പ് വേണം. ഇട്ടിട്ടുണ്ടെങ്കിലും ആ ഗരം മസാലയുടെ ടേസ്റ്റും എല്ലാം കൂടി സൂപ്പറായിട്ട്. അതാ ഒരു 10 മിനിറ്റോളം ഇത് തിളച്ച് കണ്ടോ ഇതുപോലെ ഇങ്ങനെ മേത്തേക്ക് തെളിക്കണ മാതിരി വരും. ഓഫ് ചെയ്തോളൂ. ഇതാണ് ശരിക്കുള്ള കൺസിസ്റ്റൻസി. ഓക്കെ, ഇതുപോലെ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ ആയിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് കൊട്ടണം. ഓക്കെ, ഇനി വറുത്ത് കൊട്ടാം. ഇനി ഒരു പാത്രം വെക്കുക. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് നമുക്കിനി വറുത്ത് കൊട്ടാം. ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. മനു വറുത്ത് കൂട്ടുന്ന സമയത്ത് അവൻ റെക്കോർഡ് അമർത്താൻ മറന്നുപോയി. അപ്പോൾ എന്തൊക്കെയാണ് അതിലിട്ടതെന്ന് വെച്ചാൽ വെളുത്തുള്ളി ചെറുതായി മുറിച്ച 2 അല്ലി വെളുത്തുള്ളി, വറ്റൽ മുളക്, കാശ്മീരി ചില്ലി എല്ലാം കൂടിയിട്ട് ചില്ലി പൗഡറും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയിട്ട് വെളുത്തുള്ളി മൂപ്പിച്ചിട്ട് അങ്ങോട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റ് അടച്ചങ്ങോട്ട് വയ്ക്കുക. തീ കത്തിച്ചിട്ടില്ല, ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതിനെ നന്നായിട്ട് തടുക്ക കൊടുക്കുക എന്നുള്ള ഒരു ലെവലിലേക്ക് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് ഇതുപോലെ തന്നെ അടഞ്ഞിരിക്കട്ടെ കേട്ടോളൂ. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തുറക്കുന്ന സമയത്ത് ആ കംപ്ലീറ്റ് വെളുത്തുള്ളിയും നെയ്യും കാശ്മീരി ചില്ലിയുടെ മണവും ഒക്കെ കൂടിയിട്ട് ഈ ദാൽ കിച്ചടിയിൽ അങ്ങോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇനിയാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലേക്കുള്ള ആ ഒരു ഫ്ലേവറിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതിനെന്താ ചെയ്യേണ്ടത്? ഇതാണ് ഡബിൾ തടുക്ക, അതായത് 2 പ്രാവശ്യം വറുത്തിടുക എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. അത് നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല, പക്ഷെ റെസ്റ്റോറൻറ്റിൽ ചെയ്യാറുണ്ട്. ഇനി സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് വെച്ചിട്ട് വീണ്ടും അതേമാതിരി തന്നെ നെയ്യും വറ്റൽമുളകും വെളുത്തുള്ളിയും കാശ്മീരി ചില്ലിയും കൂടിയിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒന്നും കൂടി വറുത്തിട്ട് നോക്കൂ. ആ ഒരു ഫ്ലേവറാണ് നമുക്ക് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അതേ ടേസ്റ്റ് കിട്ടാൻ നമ്മളെ സഹായിക്കുക. സോ ഇതാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ദാൽ കിച്ചടി എന്ന് പറയുന്ന സംഭവം. ഒരു പ്രാവശ്യമെങ്കിലും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. നല്ല അസല് അച്ചാറിൻ്റെ കൂടെ സൂപ്പറായിരിക്കും. Winnie's Kitchen.